നമ്മുടെ ഓരോരോ ജീവിതത്തിന് ഓരോരോ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട നമ്മളെ ബലപ്പെടുത്താൻ കർത്താവിന്റെ വചനം തന്നിട്ടുണ്ട്. ഇത് പറയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, നീ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. ഇത് പ്രസംഗിക്കാത്തതുകൊണ്ടാണ് നീ ഇന്ന് ദുരിതത്തിൽ കിടക്കുന്നത്. എന്തുകൊണ്ട് നിന്റെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നത്? നീ എന്തുകൊണ്ട് നിരാശയിൽ കിടക്കുന്നത്? നിനക്ക് എന്തുകൊണ്ട് ഇത് പ്രത്യാശയില്ലാത്ത? വചനം പറഞ്ഞു റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നീ എന്തിനാ മരണഭയത്തിൽ കിടക്കുന്നത്? കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ മരണഭയത്തിൽ നിന്ന് പോലും വീണ്ടെടുക്കാനാണ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. എല്ലാത്തിനുള്ള വചനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രശ്നം വരുമ്പോ നാം നമ്മോട് സുവിശേഷം പറയണം. നീ വിഷമിക്കണ്ട, നീ ഭാരപ്പെടണ്ട. അവര് പറഞ്ഞോട്ടെ, നീ ചെയ്തതാണെങ്കിൽ തിരുത്ത്, ചെയ്തിട്ടില്ലേ കർത്താവിന് കൊടുക്ക്. യേശു കടന്നുപോയതല്ലേ ഈ പ്രതിസന്ധി? കർത്താവ് കടന്നുപോയതല്ലേ? ഈശോ തിരസ്കരിക്കപ്പെട്ടത്, യേശു ഒറ്റപ്പെട്ടത്, യേശു കാൽവരി കുരിശിൽ ബലിയായി തീർന്നത് അവന്റെ പാപത്തിനല്ല, അവൻ ചെയ്ത കുറ്റത്തിന്റെ പരിഹാരമല്ല, ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന്റെ പരിഹാരമാണ് യേശു ക്രിസ്തു കാൽവരിയിൽ കുരിശുമരണത്തിൽ ഏറ്റെടുത്തത്.